പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതകാലമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കത്തിന് നിങ്ങളുടെ മുൻജന്മത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് എത്ര പേർക്കറിയാം? ഒരുപക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രത്യേക കഴിവുകൾ മുൻജന്മത്തിൽ നിന്ന് ലഭിച്ചതാകാം. ബുദ്ധമത പഠനങ്ങളിൽ നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന സംഖ്യ ഈ ലോകത്തിലേക്ക് വരുന്നതിനു മുമ്പ് നിങ്ങൾ ആരായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള മറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് കൗതുകകരമായൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ മുൻജന്മത്തിൽ നിന്നുള്ള ഓർമ്മകളോ കഴിവുകളോ വെല്ലുവിളികളോ പോലും വഹിക്കുന്നുണ്ടാകാം. ഈ വീഡിയോയിൽ ഈ വെളിപ്പെടുത്തലുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കും. നിങ്ങളൊരു സന്യാസിയോ പോരാളിയോ അതോ ലക്ഷ്യം തേടി അലയുന്ന ഒരു ആത്മാവോ ആയിരുന്നിരിക്കുമോ? ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെയും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വികാരങ്ങളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക. അവ നിങ്ങൾക്കറിയാത്ത ജീവിതങ്ങളിൽ വേരൂന്നിയതാകാമെന്നറിഞ്ഞുകൊണ്ട്. ചില സ്ഥലങ്ങളോട് നിങ്ങൾക്ക് വിശദീകരിക്കാനാകാത്ത ആകർഷണം തോന്നുന്നത് എന്തുകൊണ്ടാണെന്നോ, അല്ലെങ്കിൽ യഥാർത്ഥമെന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ ആവർത്തിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്നോ ഇത് വെറും യാദൃച്ഛികതയായിരിക്കില്ല. ഈ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുമ്പോഴും നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കത്തിന് നിങ്ങൾ ശരിക്കും ആരാണെന്നും നിങ്ങൾ എപ്പോഴും ആരായിരുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടിന് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നും വെളിപ്പെടുത്തുമ്പോഴും ഞങ്ങളോടൊപ്പമുണ്ടാകൂ. തയ്യാറെടുക്കുക, കാരണം നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റിയേക്കാം. സംഖ്യകളുടെ രഹസ്യങ്ങളിലേക്കും ആത്മീയ പഠനങ്ങളിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് കരുതിയതെല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന സത്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. ഈ കണ്ടെത്തലുകൾ നിങ്ങളുടെ നിലവിലെ വെല്ലുവിളികളെ നന്നായി മനസ്സിലാക്കാനും നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന തടസ്സങ്ങളെ മറികടക്കാനും പോലും നിങ്ങളെ നയിച്ചാലോ? നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം നിങ്ങളുടെ ജീവിതത്തിലെ പസിലിന്റെ കാണാത്ത കഷണമായേക്കാമോ? നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങൾ പര്യവേക്ഷിക്കാനും നിങ്ങളുടെ മുൻജന്മങ്ങൾ നിങ്ങളുടെ നിലവിലെ യാത്രയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റുകളിൽ എഴുതുക. എന്റെ മറഞ്ഞിരിക്കുന്ന ലക്ഷ്യം കണ്ടെത്താനും എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനും ഞാൻ തയ്യാറാണ്. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ഓണാക്കാനും മറക്കരുത്. കൂടാതെ എക്സ്ക്ലൂസീവ് ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതിനും നിങ്ങളുടെ സ്വയം അറിവ് കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ഒരംഗമാകുന്നതിനെക്കുറിച്ചും പരിഗണിക്കുക. മുൻജന്മങ്ങളെക്കുറിച്ചുള്ള ആശയം പല ആത്മീയ പാരമ്പര്യങ്ങളിലും, പ്രത്യേകിച്ച് ബുദ്ധമതത്തിലെ ഒരു സങ്കല്പമാണ്. ഈ വിശ്വാസമനുസരിച്ച് നമ്മുടെ ആത്മാവ് ഒരേക അസ്തിത്വത്തിൽ ഒതുങ്ങുന്നില്ല. അത് ജനനവും പുനർജന്മവും ചെയ്യുന്ന ഒന്നിലധികം ചക്രങ്ങളിലൂടെ സഞ്ചരിക്കുകയും അനുഭവങ്ങളും പഠനങ്ങളും കർമ്മങ്ങളും സമ്പാദിക്കുകയും ചെയ്യുന്നു. അവയാണ് നമ്മൾ ഇന്നായിരിക്കുന്ന വ്യക്തിയെ ശൂഭപ്പെടുത്തുന്നത്. നിങ്ങളുടെ പല സ്വഭാവങ്ങളും ഭയങ്ങളും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളോ പോലും ഒരു മുൻജന്മത്തിൽ വേരുകളുള്ളതാകാം. ചില ആവർത്തിച്ച സാഹചര്യങ്ങൾക്കോ സ്ഥിരമായ വികാരങ്ങൾക്കോ പിന്നിലെ കാരണങ്ങൾ ഒടുവിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയുണ്ടാകും? ഈ പാറ്റേണുകൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ നിലവിലെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് തുടങ്ങാം. ഇവിടെയാണ് ബുദ്ധമത സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി സ്വയം കണ്ടെത്തലിന്റെ ശക്തമായൊരു ഉപകരണമായി മാറുന്നത്. വ്യക്തിത്വ സവിശേഷതകളിലും വിധിയിലും ശ്രദ്ധിക്കുന്ന മറ്റു സംഖ്യാശാസ്ത്ര രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധമത സംഖ്യാശാസ്ത്രം നമ്മുടെ മുൻജന്മങ്ങളുടെ കർമ്മപരമായ വശങ്ങൾ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കത്തെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ ആരായിരുന്നു എന്നും ഈ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മാവ് ഇനിയും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമുള്ള മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഉൾക്കാഴ്ച ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും. അത് നിങ്ങളെ ഇപ്പോഴും തടഞ്ഞു നിർത്തുന്നത് എന്താണെന്നും കൂടുതൽ സംതൃപ്തവും ബോധപൂർവവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾ എന്ത് ഉപേക്ഷിക്കണമെന്നും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾ മുൻപ് ശ്രദ്ധിക്കപ്പെടാതെ പോയ പാറ്റേണുകൾ കാണാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചില സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ചില തരം മനുഷ്യരെ ആകർഷിക്കുന്നത്? നിങ്ങൾ എന്തു ചെയ്താലും ചില വെല്ലുവിളികൾ നിങ്ങളെ പിന്തുടരുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധമത സംഖ്യാശാസ്ത്രത്തിന്റെ ജ്ഞാനത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും. നിങ്ങൾ മഹത്തായ ഒന്നിന് വിധിക്കപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തോടും ആത്മീയ ദൗത്യത്തോടും അനുരൂപപ്പെടുത്തുന്നതിന് കാണാത്ത പടിയായേക്കാം.
അതുകൊണ്ട് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ആഴങ്ങൾ പര്യവേക്ഷിക്കാനും നിങ്ങളുടെ ജനനത്തിനു മുമ്പ് നിങ്ങളുടെ ആത്മാവെടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ നിലവിലെ യാത്രയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടെത്താനും നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. ഈ വീഡിയോയിലുടനീളം നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നും ഈ ശക്തമായ വിവരം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനും നിങ്ങൾ പിന്തുടരാൻ വിധിക്കപ്പെട്ട പാത കണ്ടെത്തുന്നതിനും താക്കോലാകുമെന്നും നമ്മൾ വെളിപ്പെടുത്തും. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കത്തിന്റെ പ്രാധാന്യവും അതിന് നിങ്ങളുടെ മുൻജന്മങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമെന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട സമയമായി. 0 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വശങ്ങൾ, നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ജീവിതം നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ എന്നിവ വിശദീകരിക്കാൻ കഴിയുന്ന ശുഭപരമായ കർമ്മഭാരം വഹിക്കുന്നു. നിങ്ങളുടെ നിലവിലെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും ഒടുവിൽ നിങ്ങളുടെ ആത്മാവ് രൂപപ്പെടുത്തിയ പാത കാണാനും നിങ്ങളുടെ കയ്യിൽ താക്കോലുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ഓരോ നമ്പറിന്റെയും അർത്ഥവും ഈ വെളിപ്പെടുത്തലുകൾ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും നമുക്ക് പര്യവേക്ഷിക്കാം. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 0 അത് അനന്തതയും പരിധിയില്ലാത്ത സാധ്യതകളുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ബുദ്ധമത സംഖ്യാശാസ്ത്രത്തിൽ 0 ശൂന്യതയെയും പുനർജന്മത്തിന്റെ സമ്പൂർണ്ണ ചക്രത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു പവിത്ര സംഖ്യയായി കാണുന്നു. മുൻജന്മങ്ങളിൽ 0 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ പലപ്പോഴും ആത്മീയ സംരക്ഷകർ, സന്യാസിമാർ അല്ലെങ്കിൽ അസ്തിത്വത്തിന്റെ നിത്യമായ ഒഴുക്കുമായി ബന്ധപ്പെട്ട നിഗൂഢവാദികൾ എന്നീ നിലകളിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഭൗതികമായതിനപ്പുറമുള്ള ആഴമുള്ള അർത്ഥങ്ങൾ തേടുക, അജ്ഞാതമായവ പര്യവേക്ഷിക്കുക, അഹന്തയുടെ പരിധികൾ മറികടക്കുക എന്നിവയായിരുന്നു ഈ ആത്മാക്കളുടെ ദൗത്യം. നിലവിലെ ജീവിതത്തിൽ ഈ പൈതൃകം ആത്മീയ ഉത്തരങ്ങൾക്കായുള്ള നിരന്തരം തിരച്ചിലായും ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള അവബോധമായും പ്രകടമായേക്കാം. ഇത്രയും ശക്തമായ ആത്മീയ ബന്ധമുള്ളതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഭൗതിക ലോകത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വിട്ടുനിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ പലപ്പോഴും ആത്മീയ ഏകാന്തതയിലോ അതീന്ദ്രിയ ജ്ഞാനം തേടുന്ന ഒരാളായോ ജീവിച്ചതിന്റെ ഫലമാണ്. നിങ്ങളുടെ ആന്തരിക ലോകവും ദൈനംദിന ജീവിതത്തിന്റെ പ്രായോഗിക യാഥാർത്ഥ്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പഠിക്കുന്നതാണ് ഈ കർമ്മപരമായ വെല്ലുവിളി. ലക്ഷ്യത്തിനായുള്ള തിരച്ചിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രമേയമാണ്. കൂടാതെ ഭൗതിക വസ്തുക്കളാലോ ലൗകിക വിജയങ്ങളാലോ നിർവചിക്കാൻ കഴിയാത്ത കൂടുതൽ എന്തിനോ വേണ്ടിയുള്ള തിരച്ചിലിലാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. 0 എന്ന സംഖ്യ പുനർജന്മത്തിന്റെയും നവീകരണത്തിന്റെയും തുടർച്ചയായ ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു. അതായത് വികസിക്കുന്നതിനായി നിങ്ങളുടെ ആത്മാവ് നിരന്തരം പുനരാരംഭിക്കുകയും പുതിയ അനുഭവങ്ങൾ തേടുകയും ചെയ്തുണ്ടാകാം. നവീകരണത്തിന്റെ ഈ യാത്ര വിമോചനവും വെല്ലുവിളിയും ചേർന്നതായിരിക്കാം. ഒരു വശത്ത് ഒരു നിശ്ചിത പാതയിൽ ബന്ധിക്കപ്പെടാത്തതിൽ അവിശ്വസനീയമായ സ്വാതന്ത്ര്യമുണ്ട്. മറുവശത്ത് നിരന്തരമായ അനിശ്ചിതത്വവും വ്യക്തമായ ദിശയിൽ സ്ഥിരത കൈവരിക്കാനുള്ള പ്രയാസവും ഉണ്ടാകാം. ഈ ചക്രം നിങ്ങളുടെ ജീവിതത്തിലെ തുടക്കങ്ങളുടെയും അവസാനങ്ങളുടെയും ഒരു പരമ്പരയായി കാണപ്പെടാം. അവിടെ ഓരോ പുതിയ തുടക്കവും ആത്മീയ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ നൽകുന്നു. നിങ്ങളുടെ നിലവിലെ ദൗത്യത്തിൽ മറ്റുള്ളവർക്ക് സന്തുലിതാവസ്ഥയും ലക്ഷ്യവും കണ്ടെത്തുന്നതിന് നിങ്ങളുടെ ആത്മീയ ജ്ഞാനം ഉപയോഗിക്കുന്നത് ഉൾപ്പെടുന്നു. തങ്ങളുടെ യാത്രയിൽ വഴിതെറ്റിയവർക്ക് ഒരു വെളിച്ചമാകാൻ നിങ്ങൾക്ക് കഴിയും. അവരെ സ്വയം അറിവിന്റെയും ജ്ഞാനോദയത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്നു. ഈ ദൗത്യത്തെ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശൂന്യതയുടെ വികാരത്തെ ആത്മീയ ശക്തിയുടെ സ്രോതസ്സായി മാറ്റാൻ കഴിയും. ഇത് നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണതയുള്ളതാക്കാൻ അനുവദിക്കുന്നു. ഒരു ആത്മീയ വഴികാട്ടിയാകാനുള്ള നിങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിക്കുക. മറ്റുള്ളവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ലക്ഷ്യവും കണ്ടെത്തുന്നതിന് അനന്തതയുമായുള്ള എന്റെ ബന്ധം ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 1 ആണെങ്കിൽ അത് മുൻജന്മങ്ങളിൽ നേതാവ് എന്ന പദവിയുമായുള്ള ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സംഖ്യ 1 മുൻകൈയെടുക്കൽ, ധൈര്യം, മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു ഭരണാധികാരിയോ സൈന്യാധിപനോ അല്ലെങ്കിൽ വേഗത്തിലും ഫലപ്രദമായി തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള ഒരു അധികാര വ്യക്തിയോ ആയിരിക്കാം. ഈ പൈതൃകം നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ശക്തമായ ദൃഢനിശ്ചയവും നേതൃത്വം നൽകാനുള്ള ആഗ്രഹവുമായി ഉണ്ടായേക്കാം. ഗ്രൂപ്പുകളെ നയിക്കാനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ സ്വാധീനിക്കാനും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നേതൃത്വം ഏറ്റെടുക്കാനും നിങ്ങൾക്ക് സ്വാഭാവികമായ കഴിവുണ്ടാകാം. നിങ്ങളുടെ നേതൃത്വത്തിന്റെ കർമ്മം ശക്തമാണ്, എന്നാലും അത് ജ്ഞാനവും അനുകമ്പയും കൂടെ നയിക്കേണ്ട ഉത്തരവാദിത്വവും വഹിക്കുന്നു. എന്നാൽ ഈ ലീഡർഷിപ്പ് ഊർജം ഗണിതമായ കർമ്മപരമായ വെല്ലുവിളികളും കൊണ്ടുവരുന്നു. മുൻജന്മങ്ങളിൽ അധികാരത്തിനും നിയന്ത്രണത്തിനുമുള്ള ആഗ്രഹം നിങ്ങളുടെ നേതൃത്വത്തിന് കീഴിലുള്ളവരെ പ്രതികൂലമായി ബാധിച്ച തീരുമാനങ്ങളിലേക്ക് നയിച്ചിരിക്കാം. അതിന്റെ ഫലമായി അധികാരത്തെ സഹാനുഭൂതിയുമായി സന്തുലിതാവസ്ഥപ്പെടുത്താൻ പഠിക്കേണ്ട സാഹചര്യങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങൾ നേരിടേക്കാം.
എത്ര കഠിനമായി പരിശ്രമിച്ചാലും വിജയം നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിമാടിയിരിക്കുന്ന നിമിഷങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. യഥാർത്ഥ അധികാരം വിനയത്തിൽ നിന്നും മറ്റുള്ളവരെ സേവിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നുമാണ് വരുന്നതെന്ന കർമ്മപരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ നിമിഷങ്ങൾ. 1 എന്ന സംഖ്യയുള്ളവർ ദീർഘവീക്ഷണമുള്ളവരും നവോന്മേഷകരുമായിരിക്കും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി നിങ്ങളുടെ മനസ്സ് നിരന്തരം പുതിയ ആശയങ്ങളും സ്ട്രാറ്റജികളും രൂപമെടുത്തുന്നു. എന്നാൽ ലീഡർഷിപ്പ് എന്നത് വെറും കീഴടക്കലല്ല, മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും വലിയ നന്മയ്ക്കായി അവരെ നയിക്കുകയും ചെയ്യുന്നതാണെന്ന് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാം തനിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാകാനോ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം. എന്നാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും സഹകരിക്കാനും എല്ലാവരുടെയും സംഭാവനകളുടെ മൂല്യം തിരിച്ചറിയാനും പഠിക്കുകയാണ് വെല്ലുവിളി. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം കാരുണ്യമുള്ള ഹൃദയത്തോടെയും തുറന്ന മനസ്സോടെയും നയിക്കുക എന്നതാണ്. ബോധപൂർവം ഈ ദൗത്യം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യക്തിഗത വിജയം നേടാൻ മാത്രമല്ല, ലോകത്തിൽ ശാശ്വതമായ നല്ല സ്വാധീനം ചെലുത്താനും കഴിയും. ഈ ഉദ്ദേശത്തെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുക: ഞാൻ സത്യസന്ധതയോടെ നയിക്കുന്നു, ജ്ഞാനവും കാരുണ്യവും കൂടെ മറ്റുള്ളവരെ വഴി കാണിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 2 ആണെങ്കിൽ അത് നിങ്ങൾ മുൻജന്മങ്ങളിൽ സമാധാനാഗ്രഹിയോ നയതന്ത്രജ്ഞനോ അല്ലെങ്കിൽ ഉപദേഷ്ടാവോ ആയിരുന്നിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. 2 എന്ന സംഖ്യ സന്തുലിതാവസ്ഥ, ഐക്യം, സഹകരണം എന്നിവയുടെ ഊർജ്ജം വഹിക്കുന്നു. നിങ്ങളുടെ പഴയ ജീവിതങ്ങളിൽ തർക്കങ്ങൾ പരിഹരിക്കാനും സമാധാനം പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ ബന്ധിപ്പിക്കാനുമായി സമർപ്പിക്കപ്പെട്ട ഒരാളായിരിക്കാം നിങ്ങൾ. ഈ മധ്യസ്ഥതയ്ക്കുള്ള പ്രവണത, ഐക്യത്തിനായുള്ള തിരച്ചിലും നിങ്ങളുടെ കർമ്മപരമായ ഭാഗ്യത്തെ കാണിക്കുന്നു. ഈ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിന്റെ ഇരുവശവും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് സമാധാനം നൽകാനും നിങ്ങൾക്ക് സ്വാഭാവികമായ കഴിവുണ്ടാകാം. എല്ലാവർക്കും സന്തുലിതാവസ്ഥയിൽ സഹവർത്തിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിനായി നിങ്ങളുടെ ആത്മാവ് കൊതിക്കുന്നു. ആ ഐക്യം കണ്ടെത്താൻ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് പ്രേരണ തോന്നിയേക്കാം. എന്നാൽ ഈ സമാധാനപരമായ സ്വഭാവം നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ഉറച്ച നിലപാടുകൾ എടുക്കുന്നതിലും അതിർവരകൾ നിശ്ചയിക്കുന്നതിലും വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പലപ്പോഴും സമാധാനത്തിനായുള്ള നിങ്ങളുടെ ശ്രമം മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ത്യജിക്കുന്നതിലേക്ക് നയിച്ചിരിക്കാം. ഇത് നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിക്കാനോ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനോ പാടുപെടുന്ന ഒരു കർമ്മപരമായ പാറ്റേണിന്റെ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ചുണ്ടാകാം. ഈ ജീവിതത്തിൽ കാരുണ്യത്തെ നയതന്ത്രവുമായി സന്തുലിതാവസ്ഥപ്പെടുത്താൻ പഠിക്കുകയാണ് നിങ്ങളുടെ വെല്ലുവിളി. മറ്റുള്ളവരെ പരിപാലിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളെ തന്നെ പരിപാലിക്കുന്നതും എന്നതാണ് നിങ്ങൾ പഠിക്കേണ്ട പാഠം. ഈ ഭൂതകാലത്തിന്റെ ഫലമായി തർക്കങ്ങളോട് നിങ്ങൾക്ക് ദൃഢവിരക്തിയും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനുള്ള പ്രവണതയും ഉണ്ടാകാം. എന്നാലും ആത്മീയമായി വളരാനും ഈ ജീവിതത്തിൽ നിങ്ങളുടെ ദൗത്യം നിറവേറ്റാനും നിങ്ങളുടെ തനിത്തമം സംസാരിക്കാനും വ്യക്തമായ അതിർവരകൾ നിശ്ചയിക്കാനുമുള്ള ധൈര്യം നിങ്ങൾ കണ്ടെത്തണം. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ കാരുണ്യ സ്വഭാവം ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് ദയയോടും ഉറപ്പോടും കൂടെ നിങ്ങളുടെ തനിത്തമം പ്രകടിപ്പിക്കാൻ പഠിക്കുക. ഒരു സന്തുലിതമായ രീതിയിൽ നിലപാടെടുക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും അവരുടെ ആന്തരിക സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം സന്തുലിതാവസ്ഥയും കാരുണ്യവും ദൃഢതയും എങ്ങനെ ഒരുമിച്ച് നിലനിൽക്കാം എന്നതിന് ഉദാഹരണമാകുക എന്നതാണ്. നിങ്ങളുടെ ശബ്ദം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെയും അഭിപ്രായങ്ങളെയും മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ കൂടുതൽ ഐക്യം കൊണ്ടുവരാൻ കഴിയും. ഈ വാചകം ഉപയോഗിച്ച് നിങ്ങളെ സ്വയവും മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുക: ഞാൻ എൻ്റെ ആവശ്യങ്ങളെയും സത്യങ്ങളെയും മാനിച്ചുകൊണ്ട് സമാധാനവും സന്തുലിതാവസ്ഥയും സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാനയക്കം 3 ആണെങ്കിൽ അത് മുൻ ജന്മങ്ങളിലെ ആശയവിനിമയത്തിന്റെയും പ്രകടനത്തിന്റെയും കഴിവുമായുള്ള ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സംഖ്യ 3 സർഗാത്മകത, സംസാരകല, സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ മറ്റുള്ളവരുമായി ആഴത്തിൽ ബന്ധപ്പെടാനുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു കവിയോ കലാകാരനോ സന്ദേശവാഹകനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നയിക്കാനും നിങ്ങളുടെ ശബ്ദമുപയോഗിച്ച ഒരു പൊതുപ്രസംഗകനോ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ഈ പൈതൃകം ആശയവിനിമയം നടത്താനുള്ള സ്വാഭാവിക കഴിവായോ എഴുത്തിനോടുള്ള താൽപ്പര്യമായോ ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ പ്രകടനത്തോടുള്ള അഭിമാനമായോ പ്രത്യക്ഷപ്പെടാം. നിങ്ങളുടെ ആത്മാവിന് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കാനുമുള്ള ആവശ്യകത അനുഭവപ്പെടുന്നു. എന്നിരുന്നാലും ഈ സർഗാത്മക ഊർജം കർമ്മപരമായ വെല്ലുവിളികളുമായാണ് വരുന്നത്. നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കപ്പെട്ടതോ തെറ്റിദ്ധരിക്കപ്പെട്ടതോ ആയ സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിരിക്കാം. അല്ലെങ്കിൽ പ്രപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ കൃത്രിമമായോ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലോ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഫലമായി
ഈ ജീവിതത്തിൽ സ്വയം സെൻസർഷിപ്പ്, വിധിക്കപ്പെടുമെന്ന ഭയം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിരന്തരം അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കർമ്മപരമായ വെല്ലുവിളി നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ സത്യസന്ധമായും ഉത്തരവാദിത്തത്തോടെയും ഉപയോഗിക്കാൻ പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ വാക്കുകളുടെ ശക്തിയും അവ മറ്റുള്ളവരിൽ ചെലുത്തുന്ന സ്വാധീനവും മനസ്സിലാക്കിക്കൊണ്ട്. സംഖ്യ 3 ഉള്ള വ്യക്തികൾ അപ്പോഴപ്പോഴും ശുഭാപ്തി വിശ്വാസികളായും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നവരായും കാണപ്പെടുന്നു. എന്നിരുന്നാലും എപ്പോഴും പോസിറ്റീവായിരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെയും ബലഹീനതകളെയും നിഷേധിക്കുന്നതിലേക്ക് നയിക്കാം. വിമർശനങ്ങളോ തെറ്റിദ്ധാരണകളോ നേരിടേണ്ടി വന്നാലും നിങ്ങളുടെ പ്രകടനത്തിൽ ആധികാരികതയും സത്യവും സ്വീകരിക്കാനുള്ള അവസരം ഈ ജീവിതം നൽകുന്നു. സത്യമെന്തെന്നാൽ നിങ്ങളുടെ ആത്മാവ് മുഖമുഖകളോ വേഷപ്പകർച്ചകളോ ഇല്ലാതെ അതെന്താണോ അതിനായി കാണപ്പെടാനും കേൾക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ തന്നെ സത്യസന്ധമായി പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരെയും അതിനെ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയെന്നതാണ്. നിങ്ങളുടെ സത്യവും സർഗാത്മകതയും തുറന്നതും ആധികാരികവുമായ രീതിയിൽ പങ്കുവയ്ക്കുന്നതിലൂടെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ സന്ദേശത്താൽ സ്പർശിക്കപ്പെടുന്നവരെയും സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരു ആധികാരിക ആശയവിനിമയക്കാരനാകാനുള്ള നിങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിക്കുക. ഞാൻ എന്നെ തന്നെ ആധികാരികതയോടെ പ്രകടിപ്പിക്കുന്നു. പ്രചോദിപ്പിക്കാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും എൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 4 ആണെങ്കിൽ മുൻ ജന്മങ്ങളിൽ നിങ്ങൾ നിർമ്മാണവും സംരക്ഷണവും സംഘാടനവുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു എന്നിത് സൂചിപ്പിക്കുന്നു. 4 എന്ന സംഖ്യ സ്ഥിരത, കഠിനാധ്വാനം, ഘടന എന്നിവയുടെ പര്യായമാണ്. ഈ സംഖ്യ തങ്ങളുടെ കർമ്മ ഊർജ്ജത്തിലുള്ള വ്യക്തികൾ ആർക്കിടെക്റ്റുകളായോ സൈനിക തന്ത്രജ്ഞരായോ കമ്മ്യൂണിറ്റി നേതാക്കളായോ ഉറപ്പുള്ള അടിത്തറ സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദികളായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുരക്ഷയ്ക്കും ക്രമത്തിനുമായി ശക്തമായ ആവശ്യകത അനുഭവപ്പെട്ടേക്കാം. സ്ഥിരവും നിലനിൽക്കുന്നതുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ എന്തെങ്കിലും സൃഷ്ടിക്കാനും നിലനിൽക്കുന്ന ഒരു പൈതൃകം അവശേഷിപ്പിക്കാനുമുള്ള ഉറച്ച ദൃഢനിശ്ചയം നിങ്ങളുടെ ആത്മാവ് വഹിക്കുന്നു. എന്നാൽ ഘടനയ്ക്കും സുരക്ഷയ്ക്കുമുള്ള ഈ ആഗ്രഹം മുൻ വെല്ലുവിളികളുടെ പ്രതിഫലനവുമായിരിക്കാം. ഒരു മുൻ ജന്മത്തിൽ പ്രപക്ഷേ നിങ്ങൾ അസ്ഥിരതയോ അരാജകത്വമോ നാശമോ അനുഭവിച്ചതുകൊണ്ടായിരിക്കാം ഈ ജീവിതത്തിൽ നിയന്ത്രണത്തിനുള്ള ശക്തമായ ആഗ്രഹം വന്നത്. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ഇത് മാറ്റങ്ങളോടുള്ള വിരോധമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിനെയും ചുറ്റുമുള്ള ആളുകളെയും അമിതമായി നിയന്ത്രിക്കാനുള്ള ആവശ്യമായോ പ്രകടമാകാം. സുരക്ഷിതമോ വിജയകരമോ ആകാൻ എല്ലാം കർശനമായി നിയന്ത്രിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ ഒഴുക്കിൽ കൂടുതൽ വിശ്വസിക്കാൻ പഠിക്കുക എന്നതാണ് ഈ ജീവിതത്തിലെ നിങ്ങളുടെ കർമ്മപരമായ വെല്ലുവിളി. 4 എന്ന സംഖ്യയുടെ ഊർജ്ജമുള്ള വ്യക്തികൾ വളരെ ഉത്തരവാദിത്തമുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കാനും സപ്പോർട്ട് നൽകാനും എപ്പോഴും തയ്യാറായ വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നിരുന്നാലും ഈ കടമബോധം ചിലപ്പോൾ ഒരു ഭാരമായി മാറാം. ചുറ്റുമുള്ള എല്ലാവരും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ സ്വന്തം സുഖം ത്യജിച്ചുകൊണ്ട് ലോകത്തിന്റെ ഭാരം മുഴുവൻ നിങ്ങളുടെ തോളിലേറ്റുന്നതായി നിങ്ങൾക്ക് തോന്നേക്കാം. ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാനും അവരെ വിശ്വസിക്കാനും പഠിക്കുക നിങ്ങളുടെ ആത്മാവ് മാസ്റ്റർ ചെയ്യേണ്ട സുപ്രധാന പാഠമാണ്. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ദൗത്യം ലക്ഷ്യത്തോടെ കെട്ടിപ്പടുക്കുക, എന്നാൽ അതോടൊപ്പം വഴക്കവും സ്വീകാര്യതയും പഠിക്കുകയും വേണം. കാര്യങ്ങൾ സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കുന്നതിലൂടെ, പ്രപഞ്ചത്തിന് വലിയൊരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവ് അപ്രതീക്ഷിതമായ രീതിയിൽ വികസിക്കാനുള്ള ഒരു സന്തുലനം നിങ്ങൾ കണ്ടെത്തും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശത്തെ ശക്തിപ്പെടുത്തുക. ഞാൻ ആത്മവിശ്വാസത്തോടെ കെട്ടിപ്പടുക്കുന്നു. ജീവിതത്തിന്റെ ഒഴുക്കിനെ എൻ്റെ ആത്മീയ വളർച്ചയുടെ ഭാഗമായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 5 ആണെങ്കിൽ മുൻ ജന്മങ്ങളിൽ നിങ്ങളൊരു പര്യവേക്ഷകനായോ സാഹസികനായോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തേടുന്നവനായോ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 5 എന്ന സംഖ്യ ചലനം, സ്വാതന്ത്ര്യം, വിശ്രമമില്ലാത്ത ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻ ജന്മങ്ങളിൽ നിങ്ങളൊരു സഞ്ചാരിയോ പൈനിയറോ നാടോടിയോ ആയിരുന്നിരിക്കാം. നിരന്തരം പുതിയ അനുഭവങ്ങളും അറിവുകളും തേടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ഈ ഊർജം വൈവിധ്യത്തിനും നൂതനത്തിനും വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമായി മാറുന്നു. ഏകാന്തതയെയും ദിനചര്യകളെയും വെറുക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കാനുള്ള അടുത്ത വെല്ലുവിളിയോ സാഹസികതയോ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. എന്നിരുന്നാലും
സ്വാതന്ത്ര്യത്തിനും മാറ്റത്തിനുമുള്ള ഈ നിരന്തര തിരച്ചിൽ മുൻ ജന്മത്തിൽ ശാരീരികമോ വൈകാരികമോ ആയ നിയന്ത്രണങ്ങളോ തടവോ നിങ്ങൾ നേരിട്ടിരിക്കാനാണ് സൂചിപ്പിക്കുന്നത്. നിരന്തര ചലനത്തിനും മാറ്റത്തിനുമുള്ള ഈ ആവശ്യം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടേണ്ടി വന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിഷേധിക്കപ്പെട്ടതോ ആയ ഒരു ഭൂതകാലത്തിന്റെ പ്രതിഫലനമാണ്. ബാഹ്യ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ആന്തരിക സ്വാതന്ത്ര്യം കണ്ടെത്താൻ പഠിക്കുകയും യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിന്റെ ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഈ ജീവിതത്തിലെ നിങ്ങളുടെ കർമ്മപരമായ വെല്ലുവിളി. 5 എന്ന സംഖ്യയുടെ ഊർജ്ജമുള്ളവർക്ക് പലപ്പോഴും ആകർഷകമായ വ്യക്തിത്വമുണ്ടാകും. അവർ സ്വാഭാവികമായും മറ്റുള്ളവരെ ആകർഷിക്കുന്നു. ജീവിതത്തോടുള്ള നിങ്ങളുടെ അഭിനിവേശം പടരുന്ന ഒന്നാണ്. കൂടാതെ സുരക്ഷിത മേഖലകളിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കാറുണ്ട്. എന്നിരുന്നാലും പുതുമയോടുള്ള ഈ ആഗ്രഹം ഏകാഗ്രതക്കുറവിലേക്കും ഒരൊറ്റ പാതയിലോ ലക്ഷ്യത്തിലോ ഉറച്ചു നിൽക്കാനുള്ള പ്രയാസത്തിലേക്കും നയിച്ചേക്കാം. ആത്മീയ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് ഒരു പര്യവേക്ഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ സത്ത നഷ്ടപ്പെടുത്താതെ അർത്ഥവത്തായ ഒന്നിൽ ശ്രദ്ധിക്കാനും പ്രതിജ്ഞബദ്ധരാകാനും നിങ്ങൾ പഠിക്കണം. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം സ്വാതന്ത്ര്യത്തിൻ്റെയും ആധികാരികതയുടെയും ഒരു വെളിച്ചമാകുകയാണ്. എന്നാൽ അതോടൊപ്പം നിരന്തരമായ മാറ്റങ്ങൾക്കിടയിൽ സ്ഥിരത കണ്ടെത്താനും പഠിക്കണം. യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിൻ്റെ അവസ്ഥയാണെന്ന ആശയം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും ആഴത്തിലുള്ള അനുഭവം ലഭിക്കും. നിങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിക്കുക. എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ എല്ലാ യാത്രകളിലും സന്തുലിതാവസ്ഥയും ലക്ഷ്യവും കണ്ടെത്തുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാനത്തെ അക്കം 6 ആണെങ്കിൽ നിങ്ങൾ മുൻ ജന്മങ്ങളിൽ ഒരു രോഗശാന്തി നൽകുന്നയാളോ സംരക്ഷകനോ അല്ലെങ്കിൽ വീടിന്റെ കാവൽക്കാരനോ ആയിരുന്നിരിക്കാം. 6 എന്ന സംഖ്യ പരിചരണം, സ്നേഹം, ഐക്യം, കുടുംബ ഉത്തരവാദിത്തം എന്നിവയുടെ ഊർജവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കർമ്മവിറയലുള്ള ആളുകൾക്ക് തങ്ങൾക്കു ചുറ്റുമുള്ളവരെ സംരക്ഷിക്കാനും പരിപാലിക്കാനും സ്വാഭാവികമായ ചായ്വുണ്ട്. നിങ്ങളുടെ മുൻകാല ജീവിതങ്ങളിൽ നിങ്ങളൊരു മാതൃരൂപമോ കമ്മ്യൂണിറ്റി ഹീലറോ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു ഉപദേഷ്ടാവോ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ഈ ഊർജം കുടുംബത്തിലോ തൊഴിൽപരമായോ സാമൂഹികമായോ ഉള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്കായി സുരക്ഷിതവും സ്നേഹനിർഭരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ആഗ്രഹമായി പ്രകടമാകാം. എന്നിരുന്നാലും പരിപാലിക്കാനുള്ള ഈ പ്രവണത ഒരു കർമ്മപരമായ വെല്ലുവിളിയുടെ ഭാരവും കൊണ്ടുവരേക്കാം. മുൻ ജന്മങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂടുതൽ മുൻഗണന നൽകിയത് കാരണം നിങ്ങളുടെ സ്വന്തം ക്ഷേമം അവഗണിച്ചിട്ടുണ്ടാകാം. ഇത് നിലവിലെ ജീവിതത്തിൽ ബേൺഔട്ട് അനുഭവിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അതായത് നിങ്ങൾ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അതേ അളവിൽ തിരിച്ചു ലഭിക്കുന്നില്ല എന്ന തോന്നൽ. ആരോഗ്യകരമായ രീതിയിൽ മറ്റുള്ളവരെ പരിപാലിക്കുന്നതിന് നിങ്ങളെ തന്നെ പരിപാലിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നൽകുന്നതും സ്വീകരിക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുകയാണ് ഇവിടുത്തെ കർമ്മപരമായ പഠനം. 6 എന്ന സംഖ്യയുള്ളവർ പലപ്പോഴും സ്വാഭാവിക ഹീലർമാരായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളുടെ സഹാനുഭൂതിയും കാരുണ്യവും നിങ്ങളെ ഒരു വിശ്വസ്ത സുഹൃത്തും സ്നേഹനിർഭരമായ പങ്കാളിയും ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും മൂല്യമുള്ള അംഗവുമാക്കുന്നു. എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേതുപോലെ ചുമക്കാനുള്ള പ്രവണതയും നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ ആത്മീയ യാത്രയ്ക്ക് ആരോഗ്യകരമായ അതിർവരകൾ നിശ്ചയിക്കുന്നത് അത്യാവശ്യമാണ്. ഇത് വൈകാരികമായി തളരാതെ തന്നെ പിന്തുണ നൽകാൻ നിങ്ങളെ അനുവദിക്കുന്നു. നിങ്ങളുടെ ഈ ജീവിതത്തിലെ ദൗത്യം മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ രോഗശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും കഴിവ് ഉപയോഗിക്കുക എന്നതാണ്. എന്നാൽ അതോടൊപ്പം സ്വയം സ്നേഹത്തിൻ്റെയും സന്തുലിതാവസ്ഥയുടെയും പത കണ്ടെത്തുകയും വേണം. നിങ്ങളുടെ ആവശ്യങ്ങളെയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും ഒരുപോലെ മാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലോകത്ത് ശാശ്വതമായ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ വാചകം പറഞ്ഞ് ഈ ദൗത്യത്തെ ഉറപ്പിക്കുക. ഞാൻ സ്നേഹവും സന്തുലിതാവസ്ഥയും കൂടി മറ്റുള്ളവരെ പരിപാലിക്കുന്നു. അതേ അർപ്പണബോധത്തോടെ ഞാൻ എന്നെയും പരിപാലിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 7 ആണെങ്കിൽ അത് മുൻ ജന്മങ്ങളിലെ രോഗശാന്തി നൽകൽ, ആന്തരിക ജ്ഞാനം, മെന്റർ എന്ന പദവി എന്നിവയുമായുള്ള ശക്തമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 7 എന്ന സംഖ്യ പലപ്പോഴും ആഴത്തിലുള്ള ആത്മപരിശോധന, ആന്തരിക ജ്ഞാനം, മനുഷ്യ ആത്മാവിനെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻകാല ജീവിതങ്ങളിൽ നിങ്ങളൊരു ഏകാന്തനായ ഹീലറോ ആത്മീയ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ തന്നിൽ തന്നെ ഉത്തരങ്ങൾ തേടുകയും മറ്റുള്ളവർക്ക് സൂക്ഷ്മവും അന്തർമുഖവുമായ രീതിയിൽ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ജ്ഞാനിയോ ആയിരുന്നിരിക്കാം. ഈ പൈതൃകം നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും സുഖപ്പെടുത്താനുമുള്ള ആഴത്തിലുള്ള ആഗ്രഹമായും എന്നാൽ അതോടൊപ്പം ഒറ്റപ്പെടാനുള്ള തനതായ പ്രവണതയായും പ്രകടമാകാം. ഈ ഏകാന്തനായ ഹീലറുടെ ഊർജം ഗണ്യമായ വെല്ലുവിളികൾ കൊണ്ടുവരുന്നു.
നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിങ്ങളൊരു ആത്മീയ വഴികാട്ടിയായോ ഉപദേഷ്ടാവായോ ഉള്ള നിങ്ങളുടെ പങ്ക് ഏകാന്തമായ ജീവിതത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. അവിടെ നിങ്ങളുടെ ജ്ഞാനം തേടപ്പെട്ടെങ്കിലും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകില്ല. ഈ യാത്ര ഒറ്റപ്പെടലിന്റെ ഒരു കർമ്മപരമായ അടയാളം അവശേഷിപ്പിച്ചിട്ടുണ്ടാകാം. അവിടെ നിങ്ങൾക്ക് ഒരിടത്തും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് തോന്നാം. നിങ്ങളുടെ ജ്ഞാനവും രോഗശാന്തി കഴിവുകളും ഒറ്റപ്പെടലിന്റെ ആവശ്യമില്ലാതെ തന്നെ പങ്കിടാൻ കഴിയുമെന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിക്കാനും ആഴത്തിലുള്ള കണക്ഷനിലേക്ക് സ്വയത്തെ ഉൾക്കൊള്ളാനും പഠിക്കുകയാണ് ഈ ജീവിതത്തിലെ വെല്ലുവിളി. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോടും മറ്റുള്ളവരോടുമുള്ള യഥാർത്ഥവും അർത്ഥപൂർണവുമായ കണക്ഷനു വേണ്ടി കൊതിക്കുന്നു. 7 എന്ന സംഖ്യയുടെ ഊർജ്ജമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വേദനയോ വെല്ലുവിളികളോടും ആഴത്തിലുള്ള സഹാനുഭൂതിയും ധാരണയും ഉണ്ടാകും. പുറത്തെ കാഴ്ചകളെപ്പാർ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദനയും കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങൾ. എന്നാൽ ഈ അമിത സംവേദനശീലത നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നതിനായി മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമാകാം. ആത്മീയമായി തഴച്ചു വളരാൻ നിങ്ങളുടെ രോഗശാന്തിയുടെ വരം നൽകുന്നതും മറ്റുള്ളവർ നിങ്ങളെ പരിപാലിക്കാൻ അനുവദിക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള പിന്തുണ സ്വീകരിക്കുന്നത് ബലഹീനതയല്ല, മറിച്ച് ആത്മീയ ഗ്രോത്തിന്റെ അടയാളമാണ്. നിങ്ങളുടെ ജ്ഞാനവും രോഗശാന്തി കഴിവുകളും മറ്റുള്ളവരെ നയിക്കാനും പ്രചോദിപ്പിക്കാനും മാറ്റങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുക എന്നതാണ് ഈ ജീവിതത്തിലെ നിങ്ങളുടെ ദൗത്യം. അതോടൊപ്പം സ്നേഹവും പിന്തുണയും സ്വീകരിക്കാനും പഠിക്കണം. നൽകുന്നതും സ്വീകരിക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഒറ്റപ്പെടലിനും അപ്പുറം പോയി യഥാർത്ഥ കണക്ഷനിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന ഗണ്യമായ സ്വാധീനം ചെലുത്താൻ കഴിയും. ഈ ഉദ്ദേശത്തെ ഇങ്ങനെ ഉറപ്പിക്കുക: പകരമായി സ്നേഹവും പിന്തുണയും സ്വീകരിക്കാനായി എന്നെ തന്നെ തുറന്നുവിടുമ്പോൾ തന്നെ ഞാൻ സുഖപ്പെടുത്താനും നയിക്കാനും എന്റെ ജ്ഞാനം അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 8 ആണെങ്കിൽ മുൻജന്മങ്ങളിലെ അഭിലാഷം, അധികാരം, ഭൗതിക നേട്ടങ്ങൾ എന്നിവയുടെ ഊർജവുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. 8 എന്ന സംഖ്യ വിജയം, നേതൃത്വം, സമൃദ്ധി പ്രകടിപ്പിക്കാനുള്ള കഴിവ് എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കർമ്മവിറയൽ വഹിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ബിസിനസ് നേതാക്കളോ ശക്തരായ ഭരണാധികാരികളോ വലിയ സാമൂഹിക സാമ്പത്തിക സ്വാധീനമുള്ള ആളുകളോ ആയിരുന്നു. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സാമ്പത്തിക സുരക്ഷിതത്വം നേടുന്നതിനും ലോകത്ത് നിങ്ങളുടെ സ്വാധീനത്തിന് അംഗീകാരം ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ശക്തമായ ആകർഷണം തോന്നിയേക്കാം. വിജയവും അധികാരവും നേട്ടത്തിന്റെ അളവുകോലായിരുന്ന ഒരു കാലത്തെ നിങ്ങളുടെ ആത്മാവ് ഓർക്കുന്നു. ഈ പ്രേരണ നിങ്ങളിലുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ വിജയത്തിനും അംഗീകാരത്തിനുമുള്ള ഈ ആഗ്രഹം മുൻജന്മങ്ങളിലെ അധികാര വിനിയോഗവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളിൽ നിന്നും കർമ്മപാഠങ്ങളിൽ നിന്നും ഉണ്ടായതാകാം. അധികാരം ദുരുപയോഗപ്പെട്ട സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളെ മാത്രമല്ല, ചുറ്റുമുള്ളവരെയും ബാധിച്ച അനന്തരഫലങ്ങളിലേക്ക് നയിച്ചതെല്ലാം. ഈ ജീവിതത്തിൽ 8 എന്ന സംഖ്യയുടെ കർമ്മപരമായ വെല്ലുവിളി അഭിലാഷത്തെ ധാർമ്മികതയുമായും ഭൗതിക വിജയത്തെ ആത്മീയ ജ്ഞാനവുമായും സന്തുലിതമാക്കാൻ പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി നിരന്തരമായ പോരാട്ടവും ഇടയ്ക്കിടെയുള്ള ഉയർച്ച താഴ്ചകളും ഉണ്ടായേക്കാം. സമൃദ്ധിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും അത് എല്ലാവരുടെയും നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കാൻ രൂപം കൽപ്പിക്കപ്പെട്ട പാഠങ്ങളാണ് സമൃദ്ധിയുടെയും നഷ്ടത്തിന്റെയും ഈ ചക്രങ്ങൾ. 8 എന്ന സംഖ്യയുടെ ഊർജ്ജമുള്ളവർക്ക് പലപ്പോഴും ശക്തമായ പ്രസന്നതയും അചഞ്ചലമായ ദൃഢനിഷ്ഠയവും ഉണ്ടാകും. കഠിനമായി അധ്വാനിക്കുന്ന, ശ്രദ്ധ കേന്ദ്രീകരിച്ച, മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്നത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരാളായി നിങ്ങളെ കാണപ്പെടാം. എന്നാൽ വിജയത്തിനായുള്ള ഈ നിരന്തരമായ ഓട്ടം ചിലപ്പോൾ ബേൺഔട്ടിലേക്കും വ്യക്തിജീവിതത്തിന്റെയും വൈകാരിക ബന്ധങ്ങളുടെയും നഷ്ടത്തിലേക്കും നയിച്ചേക്കാം. യഥാർത്ഥ വിജയമെന്നത് കേവലം ഭൗതിക സമ്പത്ത് സംഹരിക്കുക മാത്രമല്ല, മറിച്ച് അത് മറ്റുള്ളവരെ സഹായിക്കാനും പ്രചോദിപ്പിക്കാനും ഉയർത്താനും ഉപയോഗിക്കാനുള്ള കഴിവാണെന്നതാണ് ഇവിടെയുള്ള കർമ്മപരമായ പഠനം. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ദൗത്യം നയിക്കുക, പഠിക്കുക, സുഖപ്പെടുത്തുക എന്നിങ്ങനെ നിങ്ങളുടെ കാരുണ്യവും ജ്ഞാനവും ഉപയോഗിക്കുക. നിങ്ങളുടെ സ്വയം സ്നേഹത്തെ സേവനവുമായി സന്തുലിതമാക്കുന്നതിലൂടെ നിങ്ങൾക്കെല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്ന നല്ല മാറ്റത്തിന്റെ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ വാചകം പറഞ്ഞ് നിങ്ങളുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്തുക: എല്ലാവരുടെയും വലിയ നന്മയ്ക്കായി ഞാൻ എൻ്റെ കരുത്തും അധികാരവും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കം 9 ആണെങ്കിൽ അത് മുൻജന്മങ്ങളിലെ മാനുഷിക സേവനം, പരോപകാരം, കാരുണ്യം എന്നിവയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സംഖ്യ 9 ജ്ഞാനിയുടെ അല്ലെങ്കിൽ മാനവികവാദിയുടെ സംഖ്യയായി അറിയപ്പെടുന്നു. ഇത് നിരുപദിക്ഷമായ സ്നേഹം,
ആത്മീയ ജ്ഞാനം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മുൻജന്മങ്ങളിൽ നിങ്ങളൊരു ഹീലറോ, ആത്മീയ വഴികാട്ടിയോ, അധ്യാപകനോ അല്ലെങ്കിൽ നീതിക്കും സമത്വത്തിനും വേണ്ടി പോരാടിയ ഒരു വിപ്ലവ നേതാവോ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ ഈ ഊർജം സേവിക്കാനും നന്മ ചെയ്യാനും ലോകത്തിലേക്ക് രോഗശാന്തി കൊണ്ടുവരാനുമുള്ള സഹജമായ ആഗ്രഹമായി പ്രകടമാവുന്നു. കൂട്ടായ ക്ഷേമത്തിന് സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം തോന്നിയേക്കാം. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു. എന്നാൽ സഹായിക്കാനും ത്യാഗം ചെയ്യാനുമുള്ള ഈ ശക്തമായ പ്രേരണ മുൻജന്മ അനുഭവങ്ങളിൽ വേരൂന്നിയതായിരിക്കാം. നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യത്തെക്കാളും വളരെ ഉയർന്ന സ്ഥാനത്ത് വെച്ചിരിക്കാം. അത് നിങ്ങളെ തളർത്തുന്നതോ അല്ലെങ്കിൽ രക്തസാക്ഷിയാകുന്നതിലേക്കോ നയിച്ചിട്ടുണ്ടാകാം. ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ സേവിക്കുന്നതും നിങ്ങളെ തന്നെ പരിപാലിക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുകയാണ് നിങ്ങളുടെ കർമ്മപരമായ വെല്ലുവിളി. നിങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അതേ അളവിൽ തിരിച്ചു ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് നിരാശയിലേക്കോ അല്ലെങ്കിൽ വിലപ്പെട്ടതല്ല എന്ന തോന്നലിലേക്കോ നയിച്ചേക്കാം. ലോകത്തെ ഫലപ്രദമായി സഹായിക്കുന്നതിന് നിങ്ങൾ നിങ്ങളെ തന്നെ പോഷിപ്പിക്കണമെന്നും ദാരിദ്ര്യത്തിൽ നിന്നല്ല സമൃദ്ധിയിൽ നിന്നാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കുക എന്നതാണ് പഠിക്കേണ്ട പാഠം. 9 എന്ന സംഖ്യയുടെ ഊർജ്ജമുള്ളവർക്ക് പലപ്പോഴും ആകർഷകവും പ്രചോദനമായിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ടാകും. ഉപരിതല വ്യത്യാസങ്ങൾക്കപ്പുറം കാണാനും ആഴത്തിലുള്ള തലത്തിൽ പീപ്പിളുമായി കണക്ട് ചെയ്യാനും അവർക്ക് കഴിയും. നിങ്ങളൊരു മികച്ച ഉപദേഷ്ടാവോ ഹീലറോ മെന്ററോ ആയിരിക്കാം. എന്നാൽ ഈ സംവേദനശീലത മറ്റുള്ളവരുടെ വേദനയും പ്രശ്നങ്ങളും ആഗിരണം ചെയ്യുന്നതിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. നിങ്ങളുടെ ആത്മീയ യാത്ര തുടരുന്നതിന് ആരോഗ്യകരമായ അതിർവരകൾ നിശ്ചയിക്കുന്നതും നിങ്ങളുടെ സ്വന്തം ഊർജ്ജത്തെ സംരക്ഷിക്കുന്നതും അത്യാവശ്യമാണ്. ഈ ജീവിതത്തിൽ നിങ്ങളുടെ ദൗത്യം നയിക്കുക, പഠിക്കുക, സുഖപ്പെടുത്തുക എന്നിങ്ങനെ നിങ്ങളുടെ കാരുണ്യവും ജ്ഞാനവും ഉപയോഗിക്കുക. നിങ്ങളുടെ സേവനത്തിനുള്ള ആഗ്രഹത്തെ സ്വയം സ്നേഹവുമായി സന്തുലിതമാക്കുന്നതിലൂടെ നിങ്ങൾക്കെല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്ന നല്ല മാറ്റത്തിന്റെ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ വാചകം പറഞ്ഞ് നിങ്ങളുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്തുക. എന്നെ മാനിച്ചും പരിപാലിച്ചുകൊണ്ടും ഞാൻ സ്നേഹത്തോടെയും ജ്ഞാനത്തോടെയും മറ്റുള്ളവരെ സേവിക്കുന്നു. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാനത്തെ അക്കത്തിന്റെ അർത്ഥവും അത് നിങ്ങളുടെ മുൻജന്മങ്ങളെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നുവെന്നും ഇപ്പോൾ നിങ്ങൾക്കറിയാം. ആ അറിവ് നിങ്ങളുടെ ഗുണത്തിനായി ഉപയോഗിക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ സംഖ്യ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നിലവിലെ യാത്രയെ മാറ്റിമറിക്കുന്നതിനുള്ള ആദ്യപടിയാണ്. ഇത് നിങ്ങളുടെ വെല്ലുവിളികൾക്കും അവസരങ്ങൾക്കും നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിനും കൂടുതൽ വ്യക്തത നൽകുന്നു. നിങ്ങളുടെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളുമായി വിന്യസിക്കപ്പെട്ട കൂടുതൽ ഐക്യമുള്ളൊരു ജീവിതം കൈവരിക്കുന്നതിന് ഈ കർമ്മ പാറ്റേണുകൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നും പ്രവർത്തിക്കാമെന്നും തിരിച്ചറിഞ്ഞ് ഈ ജ്ഞാനം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിലാണ് രഹസ്യമടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ സംഖ്യ 1 അല്ലെങ്കിൽ 8 പോലെ നേതൃത്വത്തിലേക്കോ അധികാരത്തിലേക്കോ ഉള്ള പ്രവണത വെളിപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കൂടുതൽ ആത്മവിശ്വാസത്തോടും ലക്ഷ്യത്തോടും കൂടി ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുന്നുവെന്നാണ് ഇതിനർത്ഥം. നിങ്ങളെ തന്നെ ഉറപ്പിച്ചു പറയുന്നതിലോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലോ നിങ്ങൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകാം. ഈ നേതൃത്വ ഊർജം തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളെ നയിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും കഴിയുന്ന ഒരാളായി നിങ്ങളെ കാണാൻ തുടങ്ങുക. മുൻകൈയെടുക്കുക, ഉറച്ച നിലപാടുള്ളവരായിരിക്കുക. നിങ്ങളുടെ പാത സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ഒരു സ്വാഭാവിക നേതാവാകാനുള്ള മുൻജീവിതങ്ങളിലെ അറിവും അനുഭവപരിചയവും നിങ്ങളുടെ ആത്മാവിന് ഇതിനകമുണ്ടെന്ന് ഓർക്കുക. നിങ്ങളെ പരിമിതപ്പെടുത്തിയേക്കാവുന്ന ഭയങ്ങളെയും അരക്ഷിതാവസ്ഥകളെയും മറികടക്കാൻ ഇതുപയോഗിക്കുക. മറുവശത്ത് നിങ്ങളുടെ സംഖ്യ 2, 6 അല്ലെങ്കിൽ 9 പോലെ രോഗശാന്തി, പിന്തുണ അല്ലെങ്കിൽ സമാധാനമുണ്ടാക്കൽ എന്നിവയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ യാത്ര നിങ്ങളെ സ്വയം പരിപാലിക്കാൻ പഠിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചായിരിക്കാം. മറ്റുള്ളവരെ നയിക്കാനും സുഖപ്പെടുത്താനും നിങ്ങൾക്ക് സ്വാഭാവിക വരമുണ്ട്. എന്നാൽ എപ്പോൾ അല്ല എന്ന് പറയണമെന്നും നിങ്ങളുടെ സ്വന്തം ഊർജം എപ്പോൾ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കാരുണ്യത്തെയും സഹാനുഭൂതിയെയും തളരാതിരിക്കാൻ ആവശ്യമായ ദൃഢതയുമായി സന്തുലിതപ്പെടുത്തിക്കൊണ്ട് സ്വയം പരിചരണവും ആത്മപരിശോധന കഴിവുകളും വികസിപ്പിക്കാൻ ഈ അറിവ് ഉപയോഗിക്കുക. ആരോഗ്യകരമായ അതിർവരകൾ നിശ്ചയിക്കുകയും നൽകുന്നതും സ്വീകരിക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നിങ്ങളെപ്പോലും പോഷിപ്പിക്കുന്ന രീതിയിൽ പിന്തുണ നൽകാൻ പഠിക്കുകയും ചെയ്യുക. 4 അല്ലെങ്കിൽ 7 പോലെ സ്ഥിരതയ്ക്കായുള്ള തെരച്ചിലോ ആത്മീക ഏകാന്തതയും ഉൾപ്പെടുന്ന
പ്രത്യേക കർമ്മപരമായ വെല്ലുവിളികളുമായി ബന്ധപ്പെട്ട സംഖ്യയുള്ളവർക്ക് ഈ വെല്ലുവിളികളെ എങ്ങനെ കരുത്താക്കി മാറ്റാമെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഒറ്റപ്പെടലോ ബന്ധമില്ലായ്മയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് പുതിയ ബന്ധങ്ങളിലേക്ക് സ്വയം തുറക്കാനുള്ള വിളിയാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരങ്ങൾ സ്വീകരിക്കുക. മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിക്കാൻ നിങ്ങളെ അനുവദിക്കുക. നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ ശക്തി സ്വീകരിക്കുന്നതിലൂടെ ഓരോ തടസ്സത്തെയും ഒരു ഭാരമായി കാണുന്നതിനു പകരം വളർച്ചയ്ക്കുള്ള അവസരമായി കാണാൻ കഴിയും. നിങ്ങളുടെ സംഖ്യ എന്തുതന്നെയായാലും നിങ്ങളുടെ വിധി ശൂഭപ്പെടുത്താനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിയുക. ഓരോ സംഖ്യയും വെല്ലുവിളികൾ മാത്രമല്ല, നിങ്ങളുടെ നേട്ടത്തിനായി ഉപയോഗിക്കാവുന്ന സുവിശേഷ വരങ്ങളും നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ സംഖ്യ വെളിപ്പെടുത്തിയ സത്യങ്ങളുമായി വിന്യസിപ്പിക്കുകയാണ് നിങ്ങളുടെ ദൗത്യം. നിങ്ങളോട് തന്നെ പ്രഖ്യാപിക്കുക, എൻ്റെ നിലവിലെ യാത്രയെ ജ്ഞാനവും ലക്ഷ്യവും കൂടി നയിക്കാൻ ഞാൻ എൻ്റെ മുൻജന്മങ്ങളിലെ അറിവ് ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ മനസ്സിലാക്കുക മാത്രമല്ല, നിങ്ങളുടെ കഥയെ ഉദ്ദേശവും ജ്ഞാനവും കൂടി മാറ്റി എഴുതുകയാണ്. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാനത്തെ അക്കത്തിൻ്റെ അർത്ഥവും അത് നിങ്ങളുടെ മുൻജന്മങ്ങളെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നുവെന്നും ഇപ്പോൾ നിങ്ങൾക്കറിയാം. സ്വയം കണ്ടെത്തലിലും പരിവർത്തനത്തിലുമുള്ള വളരെ വലിയൊരു യാത്രയുടെ തുടക്കം മാത്രമാണിത്. ഈ ധാരണയോടെ നിങ്ങളുടെ ആത്മീയ ലക്ഷ്യത്തോട് ശരിക്കും പൊരുത്തപ്പെടുന്ന പുതിയൊരു പാത സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൻ്റെയും ഭാവി ജീവിതത്തിൻ്റെയും സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഇത് നിങ്ങൾ ആരായിരുന്നുവെന്ന് ചിന്തിക്കാനുള്ള അവസരം മാത്രമല്ല, നിങ്ങൾ ആരാകണമെന്ന് തീരുമാനിക്കാനുമുള്ള അവസരമാണ്. ജ്ഞാനവും സന്തുലിതാവസ്ഥയും ബോധപൂർവമായ ഉദ്ദേശ്യവും കൂടി നയിക്കപ്പെടുന്ന ഒരു പുതിയ കഥ കെട്ടിപ്പടുക്കാനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ആത്മീയ ലക്ഷ്യവുമായി ആഴത്തിൽ പൊരുത്തപ്പെടുന്ന, നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ആത്മാവ് ശരിക്കും ആഗ്രഹിക്കുന്നൊരു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ചുവടുവെപ്പായ ഒരു ജീവിതം നയിക്കുന്നത് എങ്ങനെയുണ്ടാകുമെന്ന് ഒരു നിമിഷം സങ്കൽപ്പിക്കുക. ഈ പുതിയ പാത നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും നിങ്ങളുടെ സംഖ്യ വെളിപ്പെടുത്തിയ സത്യങ്ങളുമായി വിന്യസിപ്പിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശത്തോടെ ആരംഭിക്കുന്നു. ഇതിനർത്ഥം ആഴത്തിലുള്ള തലത്തിൽ നിങ്ങൾ ആരാണെന്നതുമായി യോജിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നതിനും നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതിനും മുൻഗണന നൽകുക എന്നതാണ്. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ നിർവചിക്കുന്നതുകൊണ്ട് ആരംഭിക്കുക. നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ ജീവിതത്തിൽ എനിക്ക് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, ലക്ഷ്യബോധമുള്ള ഈ പുതിയ പാതയ്ക്ക് നിങ്ങളുടെ ആത്മീയ വളർച്ചയുമായി പൊരുത്തപ്പെടുന്ന ആളുകൾ, ചുറ്റുപാടുകൾ എന്നിവയാൽ നിങ്ങൾ ചുറ്റപ്പെടേണ്ടതുണ്ട്. നിങ്ങളുടെ സംഖ്യയെയും അത് എന്തിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ പുതിയ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യങ്ങളെയും ബന്ധങ്ങളെയും ആകർഷിക്കാൻ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ ഊർജവുമായി ഒത്തുപോകുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാന കാര്യം. നിങ്ങളുടെ സംഖ്യ രോഗശാന്തിക്കോ ആത്മീയ വികാസത്തിനോ ഉള്ള ആവശ്യം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഭാഗത്തെ പരിപോഷിപ്പിക്കുന്ന ആത്മീയ കമ്മ്യൂണിറ്റികളോ മെന്റർമാരോ പ്രാക്ടീസുകളോ തേടുക. നിങ്ങളുടെ സംഖ്യ നേതൃത്വത്തെയോ പുതുമയെയോ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരാൻ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം പരിധികളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആളുകളുമായി സമ്പർക്കം പുലർത്തുക. ഈ പുതിയ പാത സൃഷ്ടിക്കുന്നതിന് അജ്ഞാതമായവയിലേക്ക് സ്വയം തുറന്നുകൊടുക്കുകയും മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകാനും അത്യാവശ്യമാണ്. ആത്മീയ യാത്ര ഗതിശീലമുള്ളതും എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. നിങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ ആത്മീയ സത്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുന്തോറും മാറിയേക്കാം. വളർച്ചയുടെ സ്വാഭാവികമായ ഭാഗമാണ് പരിവർത്തനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വഴക്കമുള്ളവരും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നവരുമാകാൻ നിങ്ങളെ അനുവദിക്കുക. സ്വയം അറിവ് എന്നത് അനന്തമായ ഒരു യാത്രയാണെന്നും നിങ്ങളുടെ ആഴത്തിലുള്ള സത്യത്തിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും കൂടുതൽ പ്രകാശിതമായ ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണെന്നും ഓർക്കുക. ആത്യന്തികമായി ലക്ഷ്യത്തിൻ്റെയും ആത്മീയ പൊരുത്തത്തിൻ്റെയും പുതിയൊരു പാത സൃഷ്ടിക്കുന്നത് ധൈര്യത്തിൻ്റെയും സ്വയം സ്നേഹത്തിൻ്റെയും പ്രവൃത്തിയാണ്. ഇത് കേവലം ബാധ്യതകളോ ബാഹ്യമായ പ്രതീക്ഷകളോ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ ആരാണെന്നതിൻ്റെ ആധികാരികമായ പ്രകടനമായ ഒരു ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചാണ്. ലക്ഷ്യത്തോടെ ജീവിക്കുമെന്ന് ഇന്നു മുതൽ തീരുമാനിക്കുക. നിങ്ങളോട് തന്നെ ഉറപ്പിച്ചു പറയുക, എൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനത്താൽ നയിക്കപ്പെട്ട് ഉദ്ദേശത്തോടും സത്യത്തോടും ഞാൻ എൻ്റെ പാത സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ഭൂതകാലത്തെ ബഹുമാനിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഭാവിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാത്രയുടെ അടിസ്ഥാനമാണിത്. നിങ്ങളുടെ ജനനവർഷത്തിലെ അവസാന അക്കത്തെക്കുറിച്ചും അത് നിങ്ങളുടെ മുൻജീവങ്ങളെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്താമെന്നതിനെക്കുറിച്ചുമുള്ള കണ്ടെത്തലുകളുടെ ഈ യാത്രയുടെ അവസാനത്തിലെത്തുമ്പോൾ ഇത് സ്വയം അറിവിനായുള്ള പാതയുടെ തുടക്കം മാത്രമാണെന്ന് ഓർക്കേണ്ടതുണ്ട്.
ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ സംഖ്യയുടെ ആത്മീയ അർത്ഥം വ്യാഖ്യാനിക്കാനും നിങ്ങളുടെ നിലവിലെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കർമ്മ പാറ്റേണുകളെയും വെല്ലുവിളികളെയും തിരിച്ചറിയാനും നിങ്ങൾ പഠിച്ചു. പക്ഷേ അതിലുമുപരിയായി നിങ്ങളുടെ ഭാവി കോശസായി ചോർവപ്പൊടുപ്പ്, നിങ്ങളുടെ ഭാവി ബോധപൂർവമായും നിങ്ങളുടെ ആത്മീയ ലക്ഷ്യത്തോട് പൊരുത്തപ്പെട്ടും രൂപപ്പെടുത്താനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചു. വെളിപ്പെടുത്തിയ എല്ലാത്തിനെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാനും നിങ്ങളുടെ അടുത്ത ചുവടുകൾ എന്തൊക്കെയായിരിക്കുമെന്ന് തീരുമാനിക്കാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ സംഖ്യയെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിച്ച ഓരോ ഉൾക്കാഴ്ചയും നിങ്ങളുടെ ആത്മാവിനെ രൂപപ്പെടുത്തുന്ന വലിയൊരു പസിലിന്റെ ഭാഗമാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പാഠങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. അവ മറികടക്കേണ്ട കർമ്മ പാറ്റേണുകളായിരുന്നോ, അതോ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പര്യവേക്ഷിക്കാൻ തയ്യാറായ ആത്മീയ വരങ്ങളായിരുന്നോ? എന്തുതന്നെയായാലും അറിവ് ശക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്ന സാധ്യതകൾ തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ വ്യക്തിപരവും ആത്മീയവുമായ വളർച്ചയ്ക്കായി വ്യക്തമായ ഉദ്ദേശങ്ങൾ സൃഷ്ടിക്കുക. സ്വയം അറിവിന്റെ യാത്ര തുടർച്ചയായതും എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. പര്യവേക്ഷണം തുടരുക, അറിവ് തേടുക, നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന രീതികളിൽ മുഴുകുക. ധ്യാനം, ആത്മീയ വായന, സമാന ചിന്താഗതിയുള്ള കമ്മ്യൂണിറ്റികളുമായുള്ള ബന്ധം, അല്ലെങ്കിൽ അടുത്തയാളുകളുമായുള്ള ആത്മാർത്ഥമായ സംഭാഷണങ്ങൾ എന്നിവ ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സംയോജിപ്പിക്കാനും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രയോഗിക്കാനും നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് ആരാകാൻ കഴിയുമെന്നതിനെക്കുറിച്ചുമുള്ള കണ്ടെത്തലുകളുടെ വളരെ വലിയൊരു ലോകത്തേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയും എന്നോടൊപ്പം ഈ യാത്ര തുടരാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വയം അറിവിൻ്റെയും ആത്മീയ പരിണാമത്തിൻ്റെയും ഈ യാത്രയിൽ നിങ്ങളെ കൂടുതൽ നയിക്കുന്ന എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആക്സസ് ചെയ്യുന്നതിനെക്കുറിച്ച് പരിഗണിക്കുക. നമ്മുടെ ആത്മാക്കളുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്കൊന്നിച്ച് കൂടുതൽ പര്യവേക്ഷിക്കാനും കണ്ടെത്താനും കഴിയും. അടുത്ത തവണ കാണുന്നതുവരെ പരക്കട്ടെ പ്രകാശം.